إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يوم يحمى عليها في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാൻ നിരന്തരമായ പരിശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും റബ്ബിന്റെ വിധികൽപ്പനകളെ പൂർണ്ണമായും പാലിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സാന്ദർഭികമായി സ്വർണത്തിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. സക്കാത്ത് ആയിരുന്നില്ല വിഷയം മറ്റൊരു വിഷയമാണ് പറഞ്ഞത്. സ്വർണത്തിന് 1,31,000 കടന്ന സന്ദർഭത്തിൽ, ഒരവസരത്തിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വർണത്തിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിരുന്നു. ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും അതുമായി വന്നു. മറ്റേത് വിഷയം പറഞ്ഞാലും ഇല്ലാത്ത സംശയങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. 2 കാരണങ്ങളാണതിന്. ഒന്ന്, എങ്ങനെയെങ്കിലും കൊടുക്കാതെ ഒഴിഞ്ഞു മാറണം എന്ന നിലക്ക് ധാരാളം സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തേത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ്. കൃത്യമായി അത് കൊടുക്കണം എന്ന ഒരു നിർബന്ധം കൊണ്ട് സൂക്ഷ്മതയുടെ ഭാഗമായും സംശയം ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഖുതുബയും നമ്മളുടെ തദബ്ബുറുൽ ഖുർആനിന്റെ ക്ലാസ്സുകളുമൊക്കെ അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ എടുത്തിട്ട് സ്റ്റാറ്റസ് വീഡിയോ ആക്കാനും ചെറിയ ക്ലിപ്പുകളാക്കി അത് സോഷ്യൽ മീഡിയകളിൽ ഇടുന്ന ഒരു സഹോദരനുണ്ട്, പ്രവാസിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. പറയാൻ കാരണം, അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മൾ ഈ സ്വർണത്തിന് സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വിഷയം അദ്ദേഹം അതൊരു ചെറിയ ക്ലിപ്പായി സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ യൂട്യൂബിൽ 4 ലക്ഷം ആളുകളും ഫേസ്ബുക്കിൽ 40,000 ആളുകളും ഇൻസ്റ്റയിൽ 2 ലക്ഷം ആൾക്കാരും ടോട്ടൽ 6,40,000 ആളുകൾ മിനിയാന്ന് വരെ അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും കുറേ കമന്റ് ബോക്സുകളിൽ ഒരുപാട് സംശയങ്ങൾ
അതുപോലെ തന്നെ നേരിട്ട് ഫോൺ ചെയ്തുമൊക്കെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തനമാണ്. പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രമാണ് ഈ ഖുത്ബയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണത്തിന് സക്കാത്ത് ഉണ്ടോ എന്നുള്ള സംശയമാണ്. അതുണ്ട് എന്ന് ഖുർആനിലും നിന്നും ഹദീസിലും നമുക്ക് മനസ്സിലാവും. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർണം. സൂറത്ത് തൗബയിലെ 34-35 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു, വല്ലദിന യക്നിസൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിക്കുകയും സുമ്മ ലാ യുൻഫിഖു വലാ യുൻഫിഖൂനഹ, എന്നിട്ട് വല്ലദിന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹ, അത് ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ അത് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നമ, ആ സ്വർണ്ണാഭരണങ്ങൾ നാളെ പരലോകത്ത് നരകത്തിൽ വെച്ച് ചുട്ടുപഴിപ്പിക്കുകയും ആ ആഭരണങ്ങൾ ഫതഖ്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും, അവരുടെ നെറ്റികളിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും ളുഹൂറുഹും അവരുടെ മുതുകുകളിലും അത് നരകത്തിലിട്ട് ചുട്ടുപടിപ്പിച്ച് ചൂട് വെക്കപ്പെടും. ഹാദാ, എന്നിട്ട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, നീ നിനക്ക് വേണ്ടി മാറ്റിവെച്ച കെൻസാണ്, നിധിയാണിത്. ഫദൂഖു മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് നീ നിക്ഷേപിച്ച് സൂക്ഷിച്ചു വെച്ച ഇതിന്റെ ശിക്ഷ നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്യും. അപ്പൊ എന്താണ് ഈ സ്വർണവും വെള്ളിയും? ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹുവൽ മാലുല്ലദി ലാ യുഅദ്ദി സക്കാത്തഹു, ഈ കെൻസാക്കി വെക്കുക, നിധിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാത്ത സ്വർണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് വിശദീകരിക്കണം, മറ്റു വേറെയും ഹദീസുകൾ കാണാം. അപ്പൊ സ്വർണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായി. പരിശുദ്ധ ഖുർആനിൽ 8 തവണയാണ് സ്വർണം, സ്വർണം എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ 8 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കണം എന്ന കൽപ്പന, എല്ലാ സമ്പത്തിനും സക്കാത്ത് കൊടുക്കേണ്ട മുതലുകൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള നിസാബെത്തിയാൽ, അതിന്റെ കണക്കെത്തിയാൽ സക്കാത്ത് കൊടുക്കണമെന്ന കൽപ്പന ഖുർആനിൽ 27 സ്ഥലത്ത് നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഖാമത്തുസ്സലാ പറഞ്ഞ കൂടെ ആത്തുസ്സക്ക എന്ന പ്രയോഗം ഖുർആനിൽ 27 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ദഹബി എന്നത് 8 തവണയും ഖുർആനിൽ ആവർത്തിച്ച പദമാണ്. അതിൽ സ്വർണത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില ആയത്തുകളിൽ അത് വളരെ പ്രസക്തമാണ്, അതിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ. അപ്പൊ ഈ സംശയങ്ങൾ, ഒന്നാമത്തെ ചോദ്യം സ്വർണത്തിന് സക്കാത്ത് ഉണ്ടോന്നാ. അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ആയത്ത് കൊണ്ടും മറ്റ് ഹദീസുകൾ കൊണ്ടും അത് മനസ്സിലാകും, സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം. രണ്ടാമത്തേത് ആഭരണത്തിന് സക്കാത്തുണ്ടോ എന്നാണ്. ആഭരണത്തിന് സക്കാത്തുണ്ടോ എന്നതാണ്. ഏത് വിഷയത്തിലും 2 അഭിപ്രായങ്ങൾ ഉണ്ടാകും, ഏത് വിഷയത്തിലും ഉണ്ട്. അപ്പൊ ഈ അഭിപ്രായങ്ങളിലൊക്കെ തന്നെയും ഹദീസുകളും ഉദ്ധരണികളും ഒക്കെ പറയാറുമുണ്ട്. ഏത് വിഷയം, ഈ വിഷയം മാത്രമല്ല, നമ്മുടെ മുന്നിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഏത് വിഷയങ്ങൾ എടുത്താലും ഒരു മുഅ്മിനായ മനുഷ്യൻ, പരലോകത്തെ പേടിക്കുന്ന ഒരു വ്യക്തി എന്താ ചെയ്യാം? അയാൾ ചെയ്യുന്നത് പ്രമാണം എവിടെയാണ് എന്ന് നോക്കും. ആ പ്രമാണത്തിൽ ഒരു വിഷയത്തിൽ 2 പ്രമാണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രബലമായത് ഏതാണെന്ന് നോക്കും. ആ പ്രബലമായതിനെ നോക്കിയിട്ട് ഈ ഒരേ കാര്യത്തിൽ 2 അഭിപ്രായം വന്നപ്പോൾ ഈ ഹദീസിനെ പഠിച്ച് വിശദീകരിച്ച മഹാന്മാര് ഇതിൽ എന്താണ് പറഞ്ഞത് എന്ന് അവർ പഠിക്കും, ചിന്തിക്കും. അപ്പം സ്വർണ്ണ ആഭരണത്തിന് സക്കാത്തുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്ന 1-2 ഹദീസുകൾ കേൾക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു വീട്ടിലേക്ക്. ഫി യദി ഫതഹാതു മിൻ വറഖിൻ, അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളിയുടെ കുറച്ച് വളകൾ ഉണ്ടായിരുന്നു, വെള്ളി കൊണ്ടുള്ള വളകൾ. ഫഖാല മാ ഹദാ യാ ആയിഷ, എന്താ ആയിഷ ഇതെന്ന് ചോദിച്ചു നബി. ഫഖുൽതു സനഅതു അതസയ്യനു ലക യാ റസൂലല്ലാഹ്, ഇത് ഞാൻ ഇതൊക്കെ അണിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് റസൂലേ. റസൂൽ ദാനം സ്വീകരിക്കാൻ വേണ്ടി സ്വർണ്ണാഭരണ വെള്ളിയുടെ വളകളാണ് ഉള്ളത്, അതിട്ട് ആ ആഭരണങ്ങൾ ധരിച്ച് ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ് നബിയെ, താങ്കൾക്ക് വേണ്ടിയാണ്. അപ്പോ റസൂൽ പറഞ്ഞു, ഖാല അതുഅദ്ദീന സക്കാത്തഹുന്ന,
ഇതിന് സക്കാത്ത് കൊടുക്കണമെന്ന് ചോദിച്ചു. ആഭരണം കേട്ടോ, ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് റസൂൽ ചോദിക്കുന്നത്. ഖുൽതു ലാ, ഞാൻ പറഞ്ഞു ഇല്ല, സക്കാത്തൊന്നും കൊടുത്തിട്ടില്ല. ഖാല, റസൂൽ പറഞ്ഞു ഹുവ ഹസ്ബുക്കി മിനൻ നാർ, നീ നരകത്ത് പോകാൻ ഇതെന്നെ മതിയാകുട്ട ആയിഷ എന്ന്. അപ്പൊ ആഭരണമാണത്. ആഭരണം ചൂണ്ടിയിട്ടാ പറഞ്ഞത്. അബൂദാവൂദിന്റെ 1-ാം വാള്യത്തിൽ 244-ാമത്തെ പേജിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ഹദീസ് അംർ ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നമ്രഅത്തൻ അത്തത് റസൂലുള്ളാഹ്, ഒരു പെണ്ണ് നബിയുടെ അടുക്കലേക്ക് വന്നു. വമഹ ഇബ്നത്തുല്ലഹ, അദ്ദേഹത്തിന് ആ പെണ്ണിന്റെ കൂടെ അവരുടെ മകളുമുണ്ട്. ഫീ യദി ഇബ്നതിഹ മസക്കത്താനി ഖലീലത്താനി മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വലിയ 2 കടുകുവള, വലിയ 2 വളകൾ അവരുടെ കൈകളിലുണ്ട്. ഫഖാല ലക റസൂൽ അത്തുഅതീന സക്കാത്ത ഹാദാ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാലത്ത് അവർ പറഞ്ഞു ലാ, ഇല്ല റസൂലെ കൊടുത്തിട്ടില്ല, സക്കാത്തൊന്നും കൊടുത്തിട്ടില്ല. കാല, റസൂൽ പറഞ്ഞു ആ യസ്റുകി അൻ യുസവ്വിറകല്ലാഹു യൗമ ബിഹിമാ യൗമൽ ഖിയാമത്തി സിവാറൈനി മിൻ നാരിൻ, നാളെ ഖിയാമത്ത് നാളിൽ നരകാഗ്നിയുടെ 2 വളകൾ നിനക്കിതിന് പകരമായി അണിയാൻ നിനക്കിഷ്ടമാണോ പെണ്ണെ? ഇത് ചോദിച്ചപ്പോൾ ഫഖലഅതുഹുമാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാലത്തുഹുമാ ലില്ലാഹി വലി റസൂലി, അത് രണ്ടും ഊരിയിട്ട് റസൂലിന്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, ഇത് ഞാനിതാ അള്ളാഹുവിനും റസൂലിനുമായിട്ട് ഇസ്ലാമിന് വേണ്ടി തന്നിരിക്കുന്ന റസൂലെ എന്നവർ പറഞ്ഞു എന്നാണ്. ഇത് അബൂദാവൂദിന്റെ ഹദീസാണ്. ഇബ്നു അൽബാനിയെ പോലെയുള്ള ആളുകൾ സ്വഹീഹാക്കിയ ഹദീസാണ്. അപ്പോ 2 വളകൾ കയ്യിലുണ്ടായിരുന്നു, അതാണ്. ഇനി മറ്റൊരു ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു തആല പറയാണ്, കുൻതു അൽബസു ഔലാഹം മിൻ ദഹബിൻ, ഞാൻ സ്വർണത്തിന്റെ തളകൾ ധരിക്കാറുണ്ടായിരുന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ് അകൻസുൻ ഹുവ, ഞാൻ ചോദിച്ചു ഇത് കൻസാണോ? ഈ ഹദീസ് മനസ്സിലാക്കണം. വലദന യക്നിസുന ദഹബ വൽ ഫിദ്ദ, അതേതാണ് കൻസ്, ഏതാണ് നിധിയായി സൂക്ഷിക്കാന്ന് പറഞ്ഞു. ഇത് കൻസാണെന്ന് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഫഖാല മാ ബല അൻ തുഅദ്ദി സക്കാത്തഹു ഫസക്ക ഫലൈസ ബികൻസിൻ, ഇതിന്റെ നിസാബ് എത്തിയാൽ, കൊല്ലം തികഞ്ഞാൽ, നിസാബ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുത്താൽ ഫലൈസ ബികൻസിൻ, അത് കൻസാവൂല, നിധിയാവൂല. അപ്പോൾ വല്ലതിന് യക്നിസുന ദഹബ വൽ ഫിദ്ദ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? സക്കാത്ത് കൊടുക്കാത്തതിനാണ് കൻസ് എന്ന് പറഞ്ഞത്. ഇത് അബൂദാവൂദിന്റെ ഹദീസ് തന്നെയാണ്. അൽബാനി സ്വഹീഹാക്കി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 5582 നമ്പർ ഹദീസായിട്ട് ഇത് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ഹദീസ് കാണാം. അന്നമ്രഅത്തൈനി അത്തത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 സ്ത്രീകൾ നബിയുടെ അടുക്കൽ വന്നു. 2 സ്ത്രീകൾ, 2 ആളെ കയ്യിലും സിവാറൈനി മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളണ്ട്. റസൂൽ ചോദിച്ചു അതുഅദ്ദിയാനി സക്കാത്തഹുമാ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലത ലാ, കൊടുത്തിട്ടില്ല. കാല അതുഹിബ്ബാനി അൻ യുസവ്വിറകും അല്ലാഹു അസ്വിറത മിൻ നാരിൻ, ഇതേ ചോദ്യം. ഈ 2 വളകൾക്ക് പകരം നരകാഗ്നിയുടെ വളകൾ ധരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? കാലത്ത് അവർ പറഞ്ഞു ലാ. അപ്പോൾ റസൂൽ പറഞ്ഞു എങ്കിൽ ഫഅദ്ദിയാ സക്കാത്തഹുമാ, അതിന്റെ സക്കാത്ത് കൊടുക്കണം. അൽബാനിയുടെ സ്വഹീഹിൽ 1396 നമ്പർ ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഗവർണറായ അബൂ മൂസ അശ്അരിക്ക് കത്തെഴുതാറുണ്ടായിരുന്നു. എന്താ കത്തെഴുതാ? സ്ത്രീകളുടെ സ്വർണം നിസാബ് തികഞ്ഞാൽ അത് അവരിൽ നിന്നിട്ട് സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഇത്രയും ഹദീസുകൾ ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് പറയുന്ന ഹദീസുകളാണ്. അപ്പം ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ എന്നുള്ള സംശയം തീർന്നു. ഇനി ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്ന 1-2 ഹദീസുകളുണ്ട്. അത് ആ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന വാക്കുകളിലേക്ക് എത്താതെ ചില സഹാബികളിലും അതുപോലെയുള്ള ആളുകളുടെ ഉദ്ധരണികളായി പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് സ്വഹീഹായി വന്നിട്ടുള്ളത്? അസഹ് ഏതാണ്? പ്രബലമായത് ഏതാണ്? ധാരാളം ഹദീസുകൾ ഏതാണ്? റസൂൽ പറഞ്ഞത് ഏതാണ്? റസൂൽ നിർദ്ദേശം ഏതാണ്? അതാണ് ഒരു കാര്യത്തിൽ 2 അഭിപ്രായം വന്നാൽ പരലോകത്തെ പേടിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടത്. അപ്പം സ്വർണം എന്നതാണ്, അത് ആഭരണമാണെങ്കിലും അല്ലെങ്കിലും. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ നിസാബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിസാബ് എത്രയാണ് എന്നതാണ്, എത്ര ഉണ്ടെങ്കിലും കൊടുക്കേണ്ടത് എന്നതാണ്. നിസാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ദിർഹം, ദീനാർ, വെള്ളിയുടെ നാണയം, സ്വർണത്തിന്റെ നാണയം. അപ്പൊ റസൂൽ പറഞ്ഞു ദിർഹമാണെങ്കിൽ അതിനെ അതൊരു കൊല്ലം തികഞ്ഞാൽ 200 ദിർഹം ഉണ്ടെങ്കിൽ 5 ദിർഹം കൊടുക്കണം. അതാണ് വെള്ളിന്റെ നിസാബ്. സ്വർണം അത് 20 ദീനാർ, സ്വർണ്ണ നാണയം അത് 20 ഉണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ കണക്കിലേക്ക് വന്നാൽ 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 10.5 പവൻ.
ഫഹാല അലൈഹൽ ഖൗലു ഫഫീഹി മാസ് നിസ്ഫു ദീനാറിൻ, ഒരു ദീനാറിന്റെ പകുതി കൊടുക്കണം എന്ന് പറഞ്ഞ 2.5% കൊടുക്കണം. ഫമാ അസാദ ബിഹിസാബി ദാലിക, അതിൽ ഏറെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. അപ്പൊ ഹിസാബും അതിന്റെ നിസാബ് എത്രയാണ് എന്ന് മനസ്സിലായി. ഇപ്പൊ നിസാബിന്റെ കാര്യത്തിൽ ഇനി അവിടെ വരുന്നൊരു സംശയം എന്താന്ന് ചോദിച്ചാൽ, ഈ 10.5 പവൻ ഉണ്ടെങ്കിൽ കൊടുക്കണ്ട എന്നാ ചില ആൾക്കാർ പറഞ്ഞത്. 10.5ക്ക് മുകളിലുള്ളതിന് കൊടുത്താൽ മതി എന്നാണ്. അവിടെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10.5 എന്നത് നിസാബാണ്. 10.5 തികഞ്ഞാൽ 10.5യുടെ 2.5% കൊടുക്കണം. നിസാബ് എന്ന് പറഞ്ഞാൽ അതാ. 10.5 തികയില്ല, 1 മില്ലി കുറവാണ്, കൊടുക്കണ്ട. 10.5യിലേക്ക് എത്തിയോ, ഇപ്പൊ ഗവൺമെന്റ് ടാക്സ് അടക്കാൻ പറയും. 5 ലക്ഷം ഉണ്ടെങ്കിൽ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം എത്തിയാൽ കൊടുക്കണം, അതിന് താഴെ കൊടുക്കണ്ട. അതിലെന്താ സംശയം? അപ്പൊ ചില ആൾക്കാര് 10.5 പവൻ എന്ന് പറഞ്ഞാൽ 10.5 കഴിഞ്ഞ് പിന്നെ 11 പവനായി ആയിരിക്കുക. അപ്പൊ ആ മേലുള്ള 1/2 പവന് സക്കാത്ത് കൊടുക്കുക. അതല്ല, സക്കാത്തിന് നിസാബ് എത്തിയാൽ, നിസാബ് എത്തുന്നത് വരെ സക്കാത്ത് ഇല്ല, നിസാബ് എത്തിയാൽ സക്കാത്ത് കൊടുക്കണം. അത് വളരെ വ്യക്തമാണ്, ആർക്കും പെട്ടെന്ന് മനസ്സിലാകും. പരിധി വെച്ചാൽ ഇത്ര ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പൊ 10.5 പവൻ എന്ന് പറഞ്ഞാൽ 10.5 പവൻ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 10.5 തികയില, കൊടുക്കണ്ട. ഇനി അതിന് മുകളിൽ എത്രയാണോ അത്രയും കൊടുക്കണം. ഇനി മറ്റൊരാളുടെ സംശയം, സ്വർണത്തിന് സ്വർണ്ണല്ലേ സക്കാത്ത് കൊടുക്കേണ്ടതെന്നാ. സ്വർണത്തിന് സ്വർണ്ണ സക്കാത്ത് കൊടുക്കാം. 100 പവൻ ഉണ്ടെങ്കിൽ 2.5 പവൻ സക്കാത്ത് കൊടുക്കുക. 2.5 പവൻ ബൈത്തുൽമാലിക്കണ്ട് കൊടുത്താൽ മതി. 100 പവനുള്ള ആള് 2.5 പവൻ 2% കൊടുക്കണ്ടേ. ആ 2.5 പവൻ സ്വർണ്ണം എടുത്തിട്ട് സക്കാത്ത് ബൈത്തുൽമാലിക്ക് കൊടുക്കുക, സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുക്കുക. ഇനി അതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഇതിന്റെ സംഖ്യ കണക്കാക്കിയിട്ട് ആ സംഖ്യയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. വേറൊരാൾ ചോദിച്ചത്, ഭാര്യയ്ക്ക് കുറച്ച് സ്വർണ്ണുണ്ട്, 2 പെൺകുട്ടികളാണ് എനിക്ക്, ആ 2 പെൺകുട്ടിയേക്കും കുറച്ച് സ്വർണ്ണുണ്ട്. ഭാര്യന്റെ സ്വർണ്ണം 10.5 തികയില, മക്കളുടേത് ഒരാളത് 10.5 തികയില, 3 ആളതും കൂടി 10.5 ഉണ്ടാവും. ഇപ്പൊ ഞാൻ കൊടുക്കണമെന്നാ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായി മാലിക്കില്ലാത്തൊരു മുതല് ഇസ്ലാമിലില്ല. മാലിക് എന്ന ഉടമസ്ഥൻ, ഏത് മുതലിന്റെയും ഉടമസ്ഥൻ ആരാണ് എന്ന് തീരുമാനമാകണം. മാലിക് ആരാണ് എന്ന് തീരുമാനമാകാത്തൊരു മുതല് ഒരു മുസ്ലിമിന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. ഉടമസ്ഥൻ ആരാണെന്ന്. അപ്പൊ ഈ ഭാര്യയുടെയും മകളുടെയും സ്വർണത്തിന്റെ ഉടമസ്ഥൻ ഈ കുടുംബനാഥനാണെങ്കിൽ, മാലിക് അയാളാണെങ്കിൽ അയാൾക്ക് 10.5 പവൻ അയാളെ സ്വർണമാണ് അയാൾ കൊടുക്കണം. മാലിക്കില്ലാത്ത സ്വർണ്ണ ഒരു മുതൽ ഇസ്ലാമിലില്ല. ആദ്യം മാലിക്കാരെ തീരുമാനിക്കണം. നമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, കല്യാണം കഴിച്ചു കൊണ്ടെന്നാൽ ആ പെണ്ണിന്റെ കഴുത്തിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടാവും. ആ സ്വർണം, പെണ്ണിന്റെ സ്വർണത്തിന്റെ മാലിക്കാരാന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പെണ്ണ് വാപ്പ കൊടുത്ത സ്വർണം, വാപ്പ ഇവൾ വീട്ടിലേക്ക് നിൽക്കാൻ പോയപ്പം വാപ്പ കൊടുത്ത സ്വർണം വാപ്പ അത്യാവശ്യത്തിന് എടുത്താൽ ഇവിടെ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കും. ഭർത്താവ് സ്വർണ്ണം എടുത്താൽ വാപ്പ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ എന്റെ സ്വർണം തന്നത് എവിടെ, വാപ്പ പ്രശ്നം ഉണ്ടാക്കും. എന്തുകൊണ്ടാ? മാലിക്കാരാ തീരുമാനമായിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടി? ഇപ്പൊ ഒരാൾ പറഞ്ഞു, പിന്നെ സ്ത്രീധനം കിട്ടിയ സ്വർണ്ണാണ്, സ്ത്രീധനം ഹറാമാണ്. ആദ്യം അത് ഹറാമ് സ്ത്രീധനായിട്ട് കിട്ടിയതാണെങ്കിൽ സക്കാത്ത് അല്ല ആദ്യം ചിന്തിക്കേണ്ടത്. സ്ത്രീധനായിട്ട് കിട്ടിയ സ്വർണ്ണാണെങ്കിൽ സ്ത്രീധനം ആദ്യം വാപ്പാക്ക് തിരിച്ചുകൊണ്ടി കൊടുത്തിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടിപ്പിക്കണം. കാരണം ഇത് ഹറാമിന്റെ മുതലാ. ആദ്യം സക്കാത്തല്ല ചിന്തിക്കേണ്ടി. സ്ത്രീധനായിട്ട് വാങ്ങിയ സ്വർണ്ണാണെങ്കിൽ സക്കാത്തല്ല ചിന്തിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? അത് വാപ്പാക്ക് തിരിച്ചു കൊടുത്തിട്ട് അറിവില്ലായ്മ കൊണ്ട് വാങ്ങിപ്പോയതാണ്, ഇത് ഹറാമാണ്, നിങ്ങൾ പൊരുത്തപ്പെടുന്നു പറയണം ഒന്നാമതായി. എന്നിട്ട് ഇതിന്റെ ഉടമസ്ഥ ആരാന്ന് തീരുമാനിക്കണം. അപ്പം ഭർത്താക്കന്മാര് ഭാര്യമായിട്ട് പറ, എന്റെ സ്വർണ്ണാണ്, എന്റെ സ്വർണ്ണത്തിന് തീരുമാനിച്ചെടുക്കുക, 10 പവൻ സ്വർണ്ണം, അതിന്റെ സക്കാത്ത് ഈയാണ് കൊടുക്കണം, ഞാനല്ല എന്ന് പറഞ്ഞാൽ മാലിക് ഉടമാവകാശം അവിടെ കൊടുക്കുക. നമുക്കാണ് അവകാശമെങ്കിൽ നമ്മൾ, വാപ്പാക്കാണ് അവകാശം വാപ്പ. ഇനി വാപ്പ ഹദിയ കൊടുത്തതാണ്. വാപ്പ ഹദിയ കൊടുക്കുമ്പോൾ വാപ്പ എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കണം. മൂത്ത മകൾക്ക് 25 പവൻ കൊടുത്തു, രണ്ടാമത്തെ മകൾക്ക് 10 പവൻ കൊടുത്തു. പരലോകത്ത് ഉത്തരം പറയേണ്ടി വരും. ഹദിയ എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കണം, തോന്നിയ പോലെ കൊടുക്കാൻ പറ്റൂല. ഒരു മകൾക്ക്, അത് ഓളെ ഒരു മുജാഹിദ് കല്യാണം കഴിച്ചോണ്ട് ശ്രീധരനൊന്നും പറഞ്ഞിട്ടില്ല, സ്വർണ്ണം കൊടുത്തിട്ടില്ല, പറ്റൂല. എല്ലാ മക്കൾക്കും ഹദിയ ഒരേപോലെ കൊടുക്കും. ആൺകുട്ടിയൊക്കെ
പെൺകുട്ടികൾക്ക് കൊടുത്തതിന് സമാനമായി ആൺകുട്ടികൾക്ക് അവരെ ജോലിക്കോ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കോ പൈസ കൊടുക്കണം. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നത് മക്കൾക്ക് കൊടുക്കുന്ന ഹദിയയാണെങ്കിൽ അത് തുല്യമായി കൊടുക്കണം. ഇല്ലെങ്കിൽ അനീതിയാണ്, പരലോകത്ത് മറുപടി പറയേണ്ടി വരും വാപ്പാര്. നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ആ സ്വർണം നാളെ പരലോകത്ത് ഇതൊക്കെ വരാൻ, ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും പരീക്ഷണമായിട്ട് നാളെ പരലോകത്ത് വരാൻ പോവുക. ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി വാപ്പ കൊടുത്ത ഹദിയ, വാപ്പാക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വാപ്പ മകളെ സ്വർണ്ണം എടുത്തു, മകളെ സ്വർണ്ണം എടുത്തു. ഇത് കടമാണ്. നിങ്ങൾ കൊടുത്തതാണ്. ആ സ്വർണം വാപ്പ തിരിച്ച് കടമായിട്ടാണ് വാണത്. അയാൾ മരിച്ചു പോയാൽ സമ്പത്ത് ഓരേക്കണ മുമ്പ് ഈ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള സ്വർണം കൊടുത്തിട്ടേ സമ്പത്ത് ബാക്കി ഊരേക്കാൻ പാടുള്ളൂ. ഇത് കടമാണ്, കടം വീട്ടണം. വാപ്പ കൊടുത്ത സ്വർണം, വാപ്പാക്ക് അടങ്ങേറ് വന്നപ്പോ വാപ്പ സ്വർണം വാങ്ങി, അത് കടമായിട്ടാ വാങ്ങണത്. കാരണം മകൾക്ക് കൊടുത്ത മുതലാ, മകളതാണത്. പിന്നെ വാപ്പ വാങ്ങുന്നത് കടമാണ്. ആ മനുഷ്യനത് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ പെണ്ണിനും കിട്ടേണ്ട സ്വത്താണത് മക്കൾക്ക് അനന്തരമായിട്ട് കിട്ടേണ്ടത്. മരിച്ചുപോയാൽ സമ്പത്ത് ഊരക്കണ മുമ്പ് ഈ മകളെ കടം സ്വർണം തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയേ സമ്പത്ത് ഊരക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇവിടെയൊക്കെയും എന്താണോ പറഞ്ഞത് കൃത്യമായി ആ കാര്യങ്ങൾ പാലിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഒരാളെ ചോദ്യം, ഭാര്യയ്ക്ക് കുറച്ച് മകൾക്ക് കുറച്ച്, എല്ലും കൂടി കൂടുമ്പോഴേ 10 ഉള്ളൂ. മാലിക്ക് നീയാണോ കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യം മാലിക്കാരും ഉടമസ്ഥൻ ആരാൻ തീരുമാനിക്കുക. ഓരോരുത്തരാണ് ഉടമസ്ഥൻ, 10 ഇല്ലല്ലോ, അപ്പൊ കൊടുക്കണ്ട. നീയാണ് അതിന്റെ ഉടമസ്ഥനെങ്കിൽ 10 പവൻ തികച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും വേണം. ഇനി അടുത്തത് പണയം വെച്ച സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണമെന്നാണ്. നമ്മളെ നാട്ടിലെ പണയം തന്നെ നിശ്ചിത, കാരണം അത് പലിശയാണ്, ഹറാമാണ്. പിന്നെ സക്കാത്തിനെ പറ്റി ചിന്തിക്കാൻ വേണ്ട. നമ്മളെ ആൾക്കാർ എന്നിട്ട് സ്വർണം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് അതങ്ങനെ പൈസ അങ്ങനെ കൊടുത്ത് അതങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുറച്ച് പൈസ ഇങ്ങനെ എടുക്കുക. നമ്മളെ നാട്ടിലെ സ്വർണം പണയം വെക്കുക എന്നത് ആ സ്വർണ്ണപ്പണയം പലിശയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് സക്കാത്തല്ല പഠിക്കേണ്ടത്, അത് ഹറാമാണ്. ആ ഹറാമിൽ നിന്ന് ആദ്യം മോചനം നേടണം, പിന്നെയാണ് സക്കാത്ത് കൊടുക്കാൻ പറ്റി ആലോചിക്കേണ്ടത്. ഇനി ഒരു വ്യക്തിന്റെ അടുക്കലാണ്, പലിശയൊന്നുമില്ല, പലിശ ഇല്ലാതെ പണയം നിങ്ങൾ ഒരാളെടുക്കൽ, നിങ്ങൾ സ്വർണം കൊണ്ടുപോയി കൊടുത്തൊരു വ്യക്തിന്റെ അടുക്കൽ, എന്നിട്ട് കുറച്ച് പൈസ വാങ്ങി, പലിശ ഒന്നുമില്ലല്ലോ, വാങ്ങാം. ആ പണയം ഇസ്ലാം അനുവദിച്ചതാണ്, പലിശ അല്ലെങ്കിൽ അനുവദിച്ചു. ആ പണയത്ത് വെച്ച സ്വർണ്ണ 10 പവൻ അധികം ഉണ്ടെങ്കിൽ കൊടുക്കണം. കാരണം അതിന്റെ മാലിക്കാര ഞാനാണ്, എന്റെ സ്വർണ്ണാണ്, അയാളെടുത്ത് കൊടുത്തതാണ്. ഏത് സമയത്തും അതെനിക്ക് തിരിച്ചു വാങ്ങാം, മാലിക്ക് ഞാനാണ്, അതിന്റെ സക്കാത്ത് കൊടുത്തിരിക്കണം. ഇനി വേറൊരു ചോദ്യം, 10 പവൻ സ്വർണ്ണം ഉണ്ട് ഒരു പെണ്ണിന്, അവൾക്ക് വേറെ വരുമാനമൊന്നുമില്ല, ഭർത്താവ് കൊടുക്കുന്ന കാശ് ചെലവിന് തികയില്ല, അവൾ എവിടുന്ന് എടുത്തിട്ടാ സക്കാത്ത് കൊടുക്കാന്നാ? 10 പവൻ സ്വർണ്ണൊക്കെ ഉണ്ട്, അവളെ മേലിൽ സ്വർണ്ണുണ്ട്, ആ സ്വർണ്ണം അവൾ ഉപയോഗിക്കുന്നുണ്ട്, ആഭരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓളെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഭർത്താവ് ചെലവിന് കൊടുക്കുന്ന പൈസ തന്നെ തികണില്ല, പിന്നെ ഓളെന്താ കാട്ടാന്നാ? എന്താണ് ഇസ്ലാം പറഞ്ഞത്? 10 പവനിലധികം ഉണ്ടോ? ആ ഉള്ളത് അതിൽ നിന്ന് ഒരല്പം വിൽക്കണം, അല്പം വിറ്റിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുത്തപ്പം 10 കുറഞ്ഞില്ലേ? അടുത്ത കൊല്ലം സക്കാത്തില്ല, അടുത്ത കൊല്ലം സക്കാത്തില്ല. 10 അധികം ഉണ്ട്, 10 കുറവാണെങ്കിൽ സക്കാത്ത് ചിന്തിക്കാൻ വേണ്ട. 10 പവനിൽ അധികം ഉണ്ട്, 11 പവൻ ഉണ്ട്. അപ്പൊ കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് വിറ്റിട്ട് ഇതിന്റെ സക്കാത്താണ്ട് വീട്ടുക. സക്കാത്ത് വിട്ടിയാൽ പിന്നെ ആ സ്വർണം കുറഞ്ഞ് 10 താഴെ വന്നു, പിന്നെ അങ്ങോട്ട് സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അധികം ഉണ്ടോ? കൊടുക്കണം. അപ്പൊ സഹോദരങ്ങൾ, ഇസ്ലാമിൽ സക്കാത്ത് വളരെ വ്യക്തമാണ്, അതിന്റെ നിയമങ്ങൾ വ്യക്തമാണ്, പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതിലൊരു വാശിയൊന്നുമില്ലാതെ നാളെ പരലോകത്ത് പടച്ചവൻ എനിക്കിത് ഭാരാകാൻ പാടില്ല, ഈ സക്കാത്ത് കൊടുക്കാത്ത മുതൽ നാളെ ചൂടുവെക്കപ്പെടുമെന്ന ആയത്താണ് നമ്മൾ കേട്ടത്. ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന ബോധത്തോടു കൂടിയായിരിക്കണം ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ പ്രായമായ ഉമ്മാമ്മമാര്
അവരെ കാതുകളിൽ നിറയെ സ്വർണത്തിന് ചിറ്റ് കാണാറുണ്ടായിരുന്നു. ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും ആ ചിറ്റിൽ തൊടാൻ അവർ സമ്മതിക്കൂല. ഉമ്മമ്മ മരിച്ചാൽ ആദ്യം വെട്ടുന്നത് ആ സ്വർണ്ണ ചിറ്റുകളായിരിക്കും. ഒന്നും കൊണ്ടുപോകൂല പരലോകത്തേക്ക്. ഒരു തരി പൊന്ന് ഒരാളും കൊണ്ടുപോകൂല. അല്ലാഹു തആല സ്വർണത്തെക്കുറിച്ച് പറയുന്ന 8 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയാ, പുല്ലിന്റെ വില സ്വർണത്തിന് ഇല്ലാത്തൊരു ദിവസം വരാനുണ്ട്. എത്ര പവന് വില കൂടിയാലും, ഇനി 2 ലക്ഷം കവിഞ്ഞാലും 10 ലക്ഷം കവിഞ്ഞാലും ഒരു പുല്ലിന്റെ വില പോലും ഇല്ലാത്തൊരു ദിവസം വരാനുണ്ട്. ഖുർആൻ പറയാ, മിൽ അൽ അർളി ദഹബ, ഈ ഭൂമി മുഴുവനും സ്വർണമാണെന്ന് കരുതുക. ഖുർആൻ പറയാ, ഭൂമിയും ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നമ്മൾ ഈ കാണുന്നത് മുഴുവനും സ്വർണ്ണാന്ന് കാണുക. ആ സ്വർണത്തിന്റെ മുഴുവനും അവകാശം ഞാനാന്ന് കരുതുക. ഖുർആനാണ് നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു പറഞ്ഞത്. നമ്മളാണ് അതിന് അവകാശം എന്ന് കരുതുക. അല്ലാഹു പറയാ, ലഫ്തദാ ബിഹി, ഒരു ദിവസം നിങ്ങൾക്ക് വരാം, ആ ദിവസം അത് മുഴുവനും ഫിദിയയായിട്ട് പ്രായശ്ചിത്തമായിട്ട് കൊടുക്കാൻ നിങ്ങൾ പറയുമെന്നാ ഖുർആൻ പറഞ്ഞത്. മുഴുവനും കൊടുക്കും, എന്നിട്ടെങ്കിലും എന്നെ ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കു പടച്ചോൻ എന്ന് പറയുമെന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മിൽ അൽ അർളി ദഹബ, ഭൂമി മുഴുവനും സ്വർണമാണെങ്കിൽ പോലും അത് പ്രായശ്ചിത്തമായി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. ഒട്ടും വിലകൽപ്പിക്കാത്ത ദിവസം. മരണസമയത്ത് ഒരു വാക്കാ നമ്മൾ പറയാ, റബ്ബിനോട് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു നിമിഷ നേരം വിട്ടുകൊണ്ട പടച്ചോനെ, എന്തിന് മരണസമയം മരണം നമ്മൾ ഉറപ്പിക്കും, ബോധ്യപ്പെടും. ആ സമയത്ത് ഒരു നിമിഷം ചോദിക്കും. എന്തിനാണ് ആ ചോദിക്കണത്? ഫഅസ്വദ്ദക, ആദ്യം പറയൽ എന്താ അറിയോ? ഞാൻ നിർബന്ധമായ ദാനം കൊടുക്കാം. ആ അസ്വദ്ദക എന്ന് പറഞ്ഞാൽ ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, പിടിച്ചു വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ സ്വദഖ അതേതാ? അത് സക്കാത്താ. പടച്ചോനെ ഞാൻ അത് ചെയ്യാം. പലർക്കും പരലോകം നഷ്ടപ്പെടാൻ പോകുന്നത് സക്കാത്തിന്റെ വിഷയത്തിലായിരിക്കും. 5 നേരം നിസ്കരിക്കുന്നു, സക്കാത്ത് കൃത്യമല്ലെങ്കിൽ ആ നിസ്കാരം ആവശ്യമില്ല. 27 സ്ഥലത്ത് ഞാൻ പറഞ്ഞത് നിസ്കാരത്തിന്റെ കൂടെ സക്കാത്ത് ചേർത്ത് പറഞ്ഞത്. ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ, അങ്ങനെ ഞാൻ സ്വാലിഹാകാമെന്ന മരണസമയത്ത് പറയാൻ പോകുന്ന വാക്ക്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാത്തവരാ, എന്തെല്ലാം കാര്യങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ മരണസമയത്ത് ഒരു നിമിഷം കിട്ടിയാൽ റബ്ബേ ഞാൻ എന്റെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കാം എന്നാ പറയാ. അത്തരമൊരു ഗതികേട് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നന്നായി കണക്ക് നോക്കും റബ്ബ്. നമ്മൾ എങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടും കാര്യമില്ല. കഫാ ബില്ലാഹി ഹസീബ, ഏറ്റവും നന്നായി കണക്ക് നോക്കുന്നവനായി അല്ലാഹു തന്നെ മതി. അതുകൊണ്ട് സമ്പത്ത് ശുദ്ധമാകണം. സഹോദരിമാരെ, വളകളിട്ട കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ, തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ, തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും മനസ്സുണ്ടെങ്കിൽ, ആ വളകളിട്ട് ഉയർത്തുന്ന കൈകൾ സഹോദരങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ, അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, മാപ്പ് കൊണ്ട് റബ്ബേ എന്നോട് പൊറുക്ക് റബ്ബേ എന്ന് റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന റമദാനിന്റെ ദിനരാത്രങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന റബ്ബ് കബൂൽ ചെയ്യണമെങ്കിലുള്ള ഷർത്താണ് ഈ ഇട്ട ആഭരണങ്ങളെ സക്കാത്ത് കൊടുക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ ആയുസ്സിനെ നീട്ടിയിട്ട് തരുമാറാവട്ടെ. ശഅബാനിൽ അല്ലാഹു ബർക്കത്തിനെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ദുനിയാവിനോടും ദുനിയാവിന്റെ സമ്പത്തിനോടുമുള്ള അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന്, ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന്, ഇതിന്റെ നിർമ്മാണത്തിന് സഹായിച്ച ചില സ്ത്രീകളുണ്ട്. പള്ളിയിലേക്ക് ആവശ്യമായ ഫാനുകൾ നൽകിയ സ്ത്രീകളുണ്ട്. നമ്മുടെ സഹോദരന്മാരുമുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ നെഞ്ചുവേദന കാരണം ICUവിലാണുള്ളത്, പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രോഗത്തിന് ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
എല്ലാ പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാവർക്കും കാവലിനെ പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജ്ജാത്ത്. اللهم أجرنا من النار، اللهم اعتق رقابنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.